AD 70 കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിച്ചുവെന്നും അല്ലെങ്കിൽ വെളിപാട് പുസ്തകം 19-ാം അധ്യായം വരെ പറയുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു എന്നുള്ളതിന്റെ ചില തെളിവുകൾ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. മില്ലിനിയൽ കിങ്ഡം കഴിഞ്ഞതിന് ശേഷമുള്ള ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്ന് പറയുന്ന ആ ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം മശിഹ എന്ന് പറഞ്ഞിരുന്നു, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളും ഒഴിഞ്ഞു പോവുകയില്ല. അതായത് ഉറപ്പായിട്ടും ആ തലമുറയിലാണ് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ സെയിൻസിന്റെ ഉള്ളപ്പോഴാണ് ദൈവത്തിന്റെ രണ്ടാമത്തെ വരവെന്ന് കൃത്യമായിട്ട് യേശുതമ്പുരാൻ അത് പറഞ്ഞിരുന്നു. ആ വാക്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തെളിവുകൾ എന്നുള്ളത്. ഏകദേശം AD 50 മുതൽ AD 70 വരെ 73 വരെ നടന്ന ചില ചരിത്ര കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ AD 65-നിടയ്ക്കാണ് അല്ലെങ്കിൽ 65-ന് മുൻപാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടേക്കുന്നത്. അതിന് തെളിവുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇവന്റുകളൊക്കെ നടന്നത് എങ്ങനെ ബിബ്ലിക്കലിയായിട്ട് കോറിലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വെളിപാട് പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണാം, 5 പേർ വീണുപോയി, ഒരാൾ ഇപ്പോൾ ഉണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. ഇത് AD 65 എഴുതുമ്പോൾ ആ കാലത്തെ റോമൻ ചക്രവർത്തിമാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. കൺസൈസ് കമന്റേറ്ററി ദ ഹോളി ബൈബിൾ കമ്പാനിയൻ ഓഫ് ദ ന്യൂ ട്രാൻസ്ലേഷൻ. അപ്പം ഇതെന്ന് പറയുന്നത് ബൈ റോബർട്ട് യങ് എന്ന് പറയുന്ന ആൾ എഴുതിയതാണ്. അതിന്റെ 179-ാമത്തെ പേജിലാണ് വെളിപാട് പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും AD, അതായത് ഡൊമിറ്റസ് എന്ന് പറയുന്നതും ഡൊമിനിറ്റിക്കോസ് എന്ന് പറയുന്ന രണ്ട് ചക്രവർത്തിമാരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളാണ് അതിനകത്ത് 95-ൽ ഉണ്ടായിരുന്നത്, മറ്റേ ആള് AD 65-ലും. അപ്പം അത് മാറിപ്പോയത് കൊണ്ടാണ് AD 95-ന് ശേഷമാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത് എന്ന് പൊതുവായിട്ട് വിശ്വസിച്ചു വരുന്നത്. കൂടാതെ 5 രാജാക്കന്മാർ ഉണ്ടായിരുന്നു, ഒരുവൻ ഇപ്പോൾ ഉണ്ട്, ഇനി ഒരുവൻ വരാനുണ്ട്. ഇതെല്ലാം AD 65-ൽ അന്നത്തെ നീറോനെ അല്ലെങ്കിൽ അന്നത്തെ റോമൻ രാജാക്കന്മാരെ ഉദ്ദേശിക്കുന്നതാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാകും. ജോസഫസ് എഴുതിയ ബുക്ക് ഓഫ് വാർസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 7 വർഷത്തേക്ക് ഇസ്രായേൽ വരാൻ അല്ലെങ്കിൽ ജെറുസലേമിൽ വരാനിരിക്കുന്ന ഒരു മഹോദ്രവ കാലത്തെ കുറിച്ച് ജീസസ് ബെൻ അനനസ് എന്ന് പറയുന്ന ഒരു ആൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം AD 65-നും 73-നും ഇടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത് തൊട്ട് ബാക്കി ജെറുസലേമിന്റെയും ഇസ്രായേലിനും ഉണ്ടാകുന്ന മഹോദ്രവ കാലത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു ചരിത്രകാരന്മാരുടെ പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാക്കും. അത് തുടർന്നുള്ള സ്ലൈഡുകൾ കാണിക്കുന്നതാണ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം വായിച്ചാൽ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കുകയാണ്. അതായത് ഒരുപാട് കുതിരകൾ വരുന്നതും അല്ലെങ്കിൽ ആർമി ഓഫ് ഫയർ ചാരിയറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് കാണിക്കുന്ന വാക്യങ്ങളാണ്. ഈ രണ്ടാമത്തെ വരവും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പൊതുവായിട്ട് എഴുതപ്പെട്ടേക്കുന്ന ചരിത്ര പുസ്തകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജോസഫസിന്റെ തന്നെ 2 ബുക്കുകളുണ്ട്, യൗസേബിയസിന്റെ ഒരു ബുക്കുണ്ട്, കാസിയസിന്റെ ഒരു ബുക്കുണ്ട്. അപ്പം ഇതാണ് പൊതുവായിട്ട് നമ്മൾ ഈ രണ്ടാം വരവിന്റെ പല തെളിവുകളും കണ്ടെത്താവുന്ന ബുക്ക്. ജോസഫസിന്റെ ബുക്ക് ഓഫ് വാറിനകത്താണ് നമുക്ക് രണ്ടാം വരവിനെ അല്ലെങ്കിൽ ഫയർ ചാരിയറ്റ്സ് ആകാശത്ത് കണ്ടു എന്നുള്ളതിന്റെ പല തെളിവുകളും തന്നിരിക്കുന്ന ഒരു ബുക്ക്. കൂടാതെ അദ്ദേഹത്തെ അന്നത്തെ ഒരു പ്രധാന ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. അതായത് ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. റോമൻ അപ്പോയിന്റ് ചെയ്ത മിലിറ്ററി ഗവർണർ ഓഫ് ഗലീലി ആയിരുന്നു ജോസഫസ്. കൂടാതെ അദ്ദേഹത്തിന് തന്നെ ഒരു റെവലേഷൻ കിട്ടുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തുവാൻ വേണ്ടി. AD 66-ൽ ജോസഫസ് യൂദിയയിലും അല്ലെങ്കിൽ ആ ഒരു പരിസരങ്ങളിലൊക്കെ ആകാശത്തുനിന്ന് അഗ്നി സൈന്യം അല്ലെങ്കിൽ അഗ്നി രഥങ്ങളും അല്ലെങ്കിൽ ഫയർ ചാരിയറ്റ്സിനെ കണ്ടു എന്നിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് വാർ 6.5.3-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ ഫയർ ചാരിയറ്റ്സ് എലീഷ കാണുന്ന ഒരു വിഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ അതുപോലത്തെ ഒരു ഇമേജറിയാണ് ഇവിടെ അല്ലെങ്കിൽ ജോസഫസ് വിവരിച്ചിരിക്കുന്നത്. അതായത് ഫയർ ചാരിയറ്റ്സ് കാണുന്നു എന്നുള്ള രീതിയിൽ. ആകാശത്തിൽ അനേകം അടയാളങ്ങളും വന്നുണ്ടായി. കർത്താവ് പറഞ്ഞിരുന്നു ഭയങ്കരമായ കാഴ്ചകളൊക്കെ ഉണ്ടാകും ആകാശത്തിലും ഭൂമിയിലും വന്ന്. അത്തരത്തിലൊരു കാഴ്ചയാണ് സ്റ്റാർ റിസംബ്ലിംഗ് എ സോൾ. അതായത് ഒരു വാളിനോട് സാമ്യമുള്ള ഒരു നക്ഷത്രം ആകാശത്ത് ഏകദേശം ഒരു വർഷം മുഴുവൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കോമറ്റും ഉണ്ടായിരുന്നു എന്ന് കാണാം. കൂടാതെ അന്ന് ബലിപീഠത്തിന് വിശുദ്ധഭവനത്തിന് ചുറ്റും ഒരു വലിയ പ്രകാശം പ്രകാശിച്ചു. അത് അരമണിക്കൂറോളം നീണ്ടുനിന്ന പകൽ സമയമായി കാണപ്പെട്ടു. അപ്പം ഒരുപാട് ഇവന്റുകൾ അന്ന് യെരുശലേം ദേവാലയത്തെ അസോസിയേറ്റ് ചെയ്തും ഇസ്രായേലിനെ അസോസിയേറ്റ് ചെയ്തും ലോകം മുഴുവനും നടന്നു എന്നുള്ളതിന് പല ചരിത്ര തെളിവുകളും നമുക്ക് ഇങ്ങനെ കിട്ടുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഭീമാകാരമായ വാതിലുകളായിരുന്നു ആ ദേവാലയങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതിന്റെ വലിയ വാതിലുകൾ തന്നെ തുറക്കപ്പെടുന്നത്, അല്ലെങ്കിൽ 20 പേർ ചേർന്ന് അടച്ചിരുന്ന വാതിലുകൾ രാത്രിയാവുമ്പോൾ തന്നെ തുറക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവന്റുകൾ ഒരുപാടെണ്ണം രേഖപ്പെടുത്തിയതായിട്ട് ജോസഫസിന്റെ ബുക്ക് പറയുന്നുണ്ട്. ജോസഫസിന്റെ ബുക്കിലെ ചാരിയറ്റ്സ് ആൻഡ് ട്രൂപ്സ് ഓഫ് സോൾജേഴ്സിനെ ആകാശത്തിൽ കണ്ടു എന്ന് വിവരിക്കുന്ന ഭാഗമാണിത്. അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ നോക്കിയാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് പടയാളികളും മേഘങ്ങൾക്കിടയിലും നഗരങ്ങളുടെ ചുറ്റുപാടിലും ഓടുന്നത് കണ്ടു. ഇതൊരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്. അപ്പം അന്ന് സ്കൈയിൽ ഇങ്ങനെ ചാരിയറ്റ്സിനെ കണ്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമുക്ക് ഈ ജോസഫസിന്റെ ബുക്കിനകത്ത് പറയുന്നത്. കൂടാതെ യെരുശലേം ദേവാലയമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് അതിന് ഒരു വലിയ എർത്തുകേക്ക് പോലൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഒരു വലിയ ശബ്ദം കേട്ടു, നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നത് പോലെ. അപ്പം ഇതെല്ലാം അന്നത്തെ കർത്താവ് അന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു യെരുശലേമിന് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മഹോദ്രവ കാലത്തെ കുറിച്ചും ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്നത്. വെളിപാട് പുസ്തകം വായിച്ചാൽ കാണാം, അത് 2 തല മൂർച്ചയുള്ള വാളാണ് അവന്റെ വായിൽ നിന്ന് വന്നു എന്നൊക്കെ
ദൈവത്തെക്കുറിച്ച് യേശുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആകാശത്തിൽ ഒരു വാളിന്റെ അടയാളത്തിൽ ഒരു നക്ഷത്രം നിന്നതും ഇതൊക്കെ കണക്ട് ചെയ്യാവുന്ന ഇവന്റുകളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. കർത്താവ് കുരിശുമരണത്തിന് മുമ്പ് തന്നെ ദേവാലയത്തിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവചനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചത് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവര് ദേവാലയം അല്ലെങ്കിൽ വരുന്ന റോമൻ സൈന്യം ദേവാലയം തകർക്കുന്നതും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇവർക്ക് പേടിക്കേണ്ട ഇപ്പൊ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ഫാൾസ് പ്രോഫറ്റ്സിന്റെ പ്രസൻസും ഇതെല്ലാം അന്ന് നടന്നു എന്നുള്ളതിന് നമുക്ക് ജോസഫസിന്റെ ബുക്ക് ഓഫ് ആർസിൽ നിന്ന് കിട്ടുന്ന തെളിവുകളാണ് ഇത്. കൂടാതെ ടാസിറ്റസിന്റെ ബുക്ക് വായിച്ചാലും നമുക്ക് ആർമീസ് ഇൻ കോൺഫ്ലിക്ട്, ആകാശത്തിൽ സൈനികൾ ഏറ്റുമുട്ടുന്നതായിട്ടും ഒരു സഡൻ ലൈറ്റിംഗ് ഫ്ലാഷ് ദേവാലയത്തിൽ ഉണ്ടാവുന്നതായിട്ടും മുതലായ പല കാര്യങ്ങളും അല്ലെങ്കിൽ ആകാശത്തെ രഥങ്ങൾ കണ്ടു അല്ലെങ്കിൽ ചാരിയറ്റ്സ് കണ്ടു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് നടന്നു എന്നുള്ളത്. ആകാശത്ത് സൈന്യങ്ങൾ ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ അതൊക്കെ ദർശനം പോലെ ടാസിറ്റസ് കണ്ടതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മാത്യു 24 ഒക്കെ വായിച്ചാലും ഒരു മിന്നൽ പിണർ പോലെ ആകാശത്ത് നിന്ന് മനുഷ്യപുത്രന്റെ അടയാളം കാണും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കർത്താവ് അന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഓഥറിനെ കൃത്യമായിട്ട് റെഫർ ചെയ്യാത്തൊരു ബുക്കാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും എ സർട്ടൻ ഫിഗർ അപ്പിയേർഡ് ഓഫ് ട്രമൻഡസ് സൈസ് വിച്ച് മെനി സോ ജസ്റ്റ് as in the books of Jews as disclosed. അല്ലെങ്കിൽ ആകാശത്ത് പോലെ ശമരിയയിലും ജൂദിയയിലും അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ, ശമരിയ എന്ന് പറയുന്നില്ല, ആ ഏരിയയിലൊക്കെ ഇങ്ങനെ ആകാശത്ത് ചാരിയറ്റ്സ് ഓഫ് ഇൻ ദ ക്ലൗഡ്സ് ഒക്കെ കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ ആർമഡ് ബാറ്റിൽ എന്ന ആകാശത്തിലെ സൈന്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് കാണാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ തന്നെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. യഹൂദരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് മേഘങ്ങളിൽ ചാരിയറ്റ്സും രഥങ്ങളും ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണിത്. സെത്തർ യോസിപ്പോൻ എന്ന് പറയുന്ന ഒരാളുടെ ബുക്കിലും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസങ്ങളിൽ ചാരിയറ്റ്സ് ഓഫ് ഫയർ ആൻഡ് ഹോഴ്സ്മാൻ എ ഗ്രേറ്റ് ഫോഴ്സ് ഫ്ലൈ അക്രോസ് ദ സ്കൈ നിയർ ദ ഗ്രൗണ്ട്. അല്ലെങ്കിൽ ഗ്രൗണ്ടിനോട് ചേർന്ന് ആകാശത്ത് അഗ്നിരഥങ്ങളും രഥങ്ങൾ വഹിക്കുന്ന ഹോഴ്സ്മാനെയും ഒക്കെ കണ്ടു എന്ന് പറയുകയാണിത്. അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഇതെല്ലാം നമ്മളുടെ പുതിയ നിയമത്തിൽ പറയുന്നത് അല്ലെങ്കിൽ 19-ാം അധ്യായത്തിൽ വെളിപാടിൽ പറയുന്നത് പോലെയുള്ള ഇവന്റുകളാണ്. അതായത് കുതിര സൈന്യം അഗ്നിരഥങ്ങളും ഒക്കെ വരുന്ന ഒരു ആകാശത്തൊരു യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിലേക്ക് ആകാശത്തിലെ യുദ്ധം നടക്കുന്നത് പോലെയുള്ള ഇവന്റുകൾ അവർ നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്ന കഥകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബർത്തലമായി എഴുതിയ പുസ്തകത്തിലും അതുപോലെ കുറെ ഇവന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അന്ന് നടന്നതാവുന്ന സാധ്യതയുള്ള കുറെ ഇവന്റുകളെ കുറിച്ചിട്ട് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം, അതായത് കർത്താവ് പറഞ്ഞിരുന്നു അവിടെ നിൽക്കുന്ന പലരും മരണം കാണുകയില്ല കർത്താവിന്റെ വരവ് വരെയെന്ന്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ആ ഇവന്റ് AD 70 അല്ലെങ്കിൽ അതിന് മുമ്പ് നടക്കുമ്പോൾ അവരിൽ ചിലരെങ്കിലും ഇത് ജീവനോടെ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം കർത്താവ് പറഞ്ഞത് അസിറ്റീസ് അതുപോലെ നടന്നു എന്നുള്ളതിന്റെ ചരിത്ര തെളിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യഹൂശ മശിയ പറഞ്ഞിരുന്നു, അതായത് മനുഷ്യപുത്രൻ വരുന്നതും മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്തിരിക്കുന്നതും ഒക്കെ നിങ്ങൾ ദർശിക്കും, നിങ്ങൾ കാണുമെന്ന് ഫസ്റ്റ് ജനറേഷൻ സെയിൻസിനോട് ഡിസൈപ്പിൾസിനോട് പറഞ്ഞിരുന്നത് അവിടെ സംഭവിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസും എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നു അത് അന്ത്യകാലമാണെന്നുള്ളത്, അല്ലെങ്കിൽ കിങ്ഡം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണെന്നുള്ളത്. അത് അവരുടെ എല്ലാം ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. AD 68 ആ കാലഘട്ടം മുതൽ AD 73 വരെ നടന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആകാശത്ത് നടന്ന അടയാളങ്ങൾ, ഇസ്രായേൽ നടന്ന കാര്യങ്ങളൊക്കെ ഏത് ചരിത്ര പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അത് ആരുടെ കാലഘട്ടത്തിലാണെന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതും 73 വരെ അന്ന് നടന്ന ഇവന്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. അപ്പം നമുക്കറിയാം പല കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് അവരുടെ ചരിത്ര തെളിവുകളിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നീട് അതായത് കർത്താവിന്റെ 2-ാം ശേഷം 1000 ആണ്ട് വാഴ്ചയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 1000 ഇയർ റെയിൻ ആണ്. അതിനുശേഷമുള്ള ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ അല്ലെങ്കിൽ സാത്താൻ അല്പകാലത്തേക്ക് അഴിച്ചുവിട്ടേക്കുന്നു എന്ന് വെളിപാട് പുസ്തകം 20-ാമത്തെ പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനുശേഷമുള്ള ഗോഗുമാഗോഗ് യുദ്ധമാണ്. അതായത് യഥാർത്ഥ ഇസ്രായേലിലേക്ക്, ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിലേക്ക്, വിശുദ്ധ നഗരം എന്നുള്ളതിനേക്കാൾ പ്രിയ നഗരത്തിലേക്ക് സൈന്യങ്ങൾ പോകുന്നതായിട്ടും അതിനുശേഷം ജഡ്ജ്മെന്റുമാണ് ഇനി വരാനുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവ് അന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കിങ്ഡം ഉടനെ തന്നെ സംഭവിച്ചു, ഫസ്റ്റ് ജനറേഷനിൽ തന്നെ കിങ്ഡം കാണുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാം എല്ലാവരും കൂടുതൽ നല്ല രീതിയിൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുക, കൂടാതെ വിശ്വാസത്തിൽ ബലപ്പെടുക, വേദപുസ്തകം നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുക. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.